നമസ്കാരം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നില്ല എന്ന ആരോപണം തള്ളി സിവിൽ ഏവിയേഷൻ വകുപ്പ്. ഒരു തരത്തിലും ഇക്കാര്യം അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇതേ വിമാനം തന്നെ പാരീസ്, ഡൽഹി, അഹമ്മദാബാദ് റൂട്ടിൽ ഇതിന് തൊട്ടു മുമ്പ് സർവീസ് വിജയകരമായി പൂർത്തിയാക്കിയ കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു. വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കുന്നതിലൂടെ തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാൻ കഴിയും എന്നാണ് നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത്. അതല്ലാതെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞു വരുത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരാൾ വിമാനത്തിലെ സാങ്കേതിക സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന് കാണിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു ആരോപണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. വിമാനാപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടത്തി വരികയാണെന്നും ഇതിൻ്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നുമാണ് കേന്ദ്രമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. വിവിധ ഏജൻസികളും ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുമൊക്കെ തന്നെ ഈ സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കും എന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി വ്യക്തമാക്കി. അഹമ്മദാബാദിലെ അപകടത്തിന് പിന്നാലെ ബോയിങ് 787 സീരീസിലെ വിമാനങ്ങളിൽ വിപുലമായ നിരീക്ഷണം നടത്തേണ്ട ആവശ്യകതയുണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞ മന്ത്രി, അതിനാൽ ബോയിങ് 787 വിമാനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി DGCA ഉത്തരവിട്ടിട്ടുണ്ടെന്നും 8 വിമാനങ്ങൾ ഇതിനകം പരിശോധിച്ചെന്നും ഉടൻ തന്നെ മുഴുവൻ വിമാനങ്ങളുടെയും പരിശോധന പൂർത്തിയാകും എന്നും മന്ത്രി അറിയിച്ചു. ഏതായാലും ഇത് സംബന്ധിച്ച വിവാദങ്ങൾ ഇതോടുകൂടി തൽക്കാലത്തേക്ക് കെട്ടടങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് പലരും വിമർശനം ഉന്നയിച്ചിരുന്ന സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രി തന്നെ നേരിട്ടെത്തി ഇക്കാര്യത്തിലുള്ള എല്ലാവിധ ആശങ്കകളും മാറ്റിയത്. ഇതിന് തൊട്ട് മുമ്പ് കേന്ദ്ര വ്യോമയാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ വിമാനം തകരുന്നതിന് തൊട്ട് മുമ്പ് വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വിളിച്ച് പറഞ്ഞത് മെയ്ഡേ 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 എന്നായിരുന്നു. അതായത് വിമാനം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന വിമാനത്തിനുള്ളിൽ എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം വിമാനം അടിയന്തരമായൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ എയർ ട്രാഫിക് കൺട്രോളുമായി തിരികെ ബന്ധപ്പെടാനുള്ള പൈലറ്റിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു എന്നും വകുപ്പ് സെക്രട്ടറി വ്യക്തമാക്കി. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ സന്ദേശം അയക്കുമ്പോഴേക്കും തന്നെ വിമാനം ദുരന്തത്തിൽപ്പെട്ടിരുന്നു എന്നാണ്. വളരെ പെട്ടെന്നാണ് വിമാനം 650 അടിയിൽ നിന്ന് താഴേക്ക് പതിച്ചത്. വിമാനം മുകളിലേക്ക് ഉയർത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതായിട്ടാണ് പൈലറ്റിൻ്റെ വാക്കുകളിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിൽ ഇരുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായി അന്വേഷണം നടത്തുന്നത്. വിമാനത്തിൻ്റെ ചിറകുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി ഇപ്പോൾ പല വിദഗ്ധരും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉള്ള കൃത്യമായ മറുപടി തന്നെയായിരിക്കും ഈ അന്വേഷണ റിപ്പോർട്ടിനോടനുബന്ധിച്ച് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്.